ഒഫീഷ്യലി സ്വാഗതം പറയാനായിട്ട് ജിസേലിനെ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ സംശയമുള്ളത് ജിസേലിനെ തീർത്തു തരണം. കാലാകാലങ്ങളായിട്ട് ഈ സിനിമ ഇപ്പോൾ വരും എന്നോർത്ത് നമ്മൾ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ജിസേട്ടാ എന്താ ഈ സിനിമ എന്താണ് റിലീസ് എന്നൊക്കെ. പലവിധ കാരണങ്ങൾ കൊണ്ട് കാണാൻ പറ്റാതെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സിനിമ അവസാനം വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ്. ഹായ്, ഗുഡ് ഈവനിങ്. സർവ്വതിൻ്റെയും തലവനായ ദൈവത്തിന് നന്ദി. ഇതാണ് ഈ സിനിമയുടെ ആദ്യത്തെ ടൈറ്റിൽ കാർഡ്. ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നതും ഇതേ വാചകം തന്നെയാണ്. കാരണം ഒരുപാട് ദൈവാനുഗ്രഹം. ഈ സിനിമയുടെ പൂജ ഏപ്രിൽ 17 ആയിരുന്നു, 2023 ഏപ്രിൽ 17 കണ്ണൂർ ആണ്ടല്ലൂർ കാവിൽ വെച്ചിട്ടായിരുന്നു പൂജ. അന്ന് മുതൽ തുടർച്ചയായി 65 ദിവസത്തെ ഷൂട്ടിങ് കണ്ണവം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡിപ്പോയിൽ പാക്കപ്പ് പറയുന്നത് വരെ ഞങ്ങൾ അനുഭവിച്ച ഒരു ദൈവാനുഗ്രഹമുണ്ട്. കാരണം ചൂടുകാലം മാറി മഴക്കാലം വരുന്നു, ചുറ്റുവട്ടത്തുള്ള ദേശങ്ങളിലൊക്കെ മഴ പെയ്യുന്നു. നമ്മുടെ സെറ്റിൽ മാത്രം യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ബിജുവേട്ടൻ ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കൂടോത്രമാണ് ചെയ്തത്? ഇങ്ങനെ നമുക്ക് മാത്രം മഴയില്ല, തടസ്സങ്ങളില്ല, ഭംഗിയായിട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൂടോത്രമല്ല, പ്രാർത്ഥനയാണ്. ഞാനും അരുൺ നാരായണനും അക്കാര്യത്തിൽ ഒട്ടും കുറവുള്ള ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നിത് പറഞ്ഞു തുടങ്ങുന്നത്. മറ്റെന്തും പറയുന്നതിന് മുൻപ് വല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഈ പ്രപഞ്ചത്തോടും ദൈവത്തോടും എല്ലാവരോടും ഉണ്ട്. പിന്നെ എന്താ പറയുക, സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളിങ്ങനെ നിറഞ്ഞ് 1 മണിക്കൂർ മുമ്പ് എല്ലാവരും എത്തി. ഒരുപാട് സന്തോഷം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എക്സിബിറ്റേഴ്സ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ, റൈറ്റേഴ്സ് അസോസിയേഷൻ, ഡയറക്ടേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ആക്ടേഴ്സ്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഫാമിലി, എന്താ പറയുക, കോവർക്കേഴ്സ്, എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ കല്യാണം കഴിയുമ്പോൾ എന്നാണ് വിശേഷമായോ കുഞ്ഞപ്പാവും എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഈ കഴിഞ്ഞ 9 മാസമായിട്ട് എവിടെ പോകുമ്പോഴും രേണു ഉൾപ്പെടെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് അവറായോ, എന്താണ്, എപ്പോഴാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡയറക്ടേഴ്സിനൊരു സംഭവമുണ്ട്. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ആവുന്ന ആൾക്കാർ അടുത്ത സിനിമ എപ്പോഴാ എന്ന് ചോദിക്കും. സിനിമ തുടങ്ങുമ്പോൾ ചോദിക്കും എത്ര ദിവസം കൂടെ ബാക്കിയുണ്ടെന്ന് ചോദിക്കും. ഷൂട്ടിംഗ് കഴിയുമ്പോൾ എന്നാ റിലീസ് എന്ന് ചോദിക്കും. ഞാനിങ്ങനെ അവധി പറഞ്ഞ് മടുത്തു. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അരുൺ നാരായണനും സിജോയും എനിക്ക് ഒരു പ്രഷറും തരാതെ എപ്പോഴാണോ ജിസിൻ്റെ വർക്ക് കംപ്ലീറ്റ് തീരുന്നത് അപ്പം ഇറക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു ധൈര്യം ഈ രണ്ടുപേരും തന്നു. ആ ധൈര്യത്തിന് എനിക്ക് വേണ്ടി നിങ്ങൾ വലിയൊരു കയ്യടി കൊടുക്കണം. താങ്ക് യു. പിന്നെ ഏത് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോഴും എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ആസിഫ് അലി, ഇതിലും ആസിഫ് അലി ഉണ്ടല്ലേ എന്നുള്ളത്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചോദിച്ച് അവനെനിക്ക് ഡേറ്റ് തരാനാവില്ല. ആൾക്കാരിങ്ങനെ പലതും ചോദിക്കും. നമ്മളിങ്ങനെ സിനിമ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ പറയുക, കൂടുതൽ സിനിമകൾ ആസിഫായിട്ട് ചെയ്യണം, ഇനിയും ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടിയ ഒരു കൂട്ടുകെട്ടാണ് ബിജു മേനോൻ എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി സംയുക്ത വർമ്മയെ വെച്ചുകൊണ്ട് കുറേ പരസ്യങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബിജുവേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒന്നും പറയാനില്ല, ഒരു വീഗാലാൻഡിൽ റൈഡ് പോയ പോലത്തെ ഒരു ഫീലായിരുന്നു 65 ദിവസങ്ങൾ ബിജു മേനോനും ആസിഫും ഒന്നിക്കുന്ന ഒരു സെറ്റ്. ആ സെറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടും ഷൂട്ടിന് മുൻപും പിൻപും ഒക്കെയുള്ള എപ്പിസോഡ്സ്, ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള എപ്പിസോഡ്സാണ്. ബിജുവേട്ടൻ കുറച്ചു നേരം മുമ്പ് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. മുരുകദോസിന്റെ സിനിമ ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. പക്ഷെ വെള്ളിയാഴ്ച മുതൽ ഞങ്ങളുടെ കൂടെ അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവകൃപ കൊണ്ട് ഇപ്പോൾ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. 24 മെയ് 2024 നമ്മൾ പടം റിലീസ് ചെയ്യുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഇന്ന് ഈ തിയേറ്ററിൽ നിറഞ്ഞിരിക്കുന്ന പോലെ കേരളം മുഴുവനുള്ള തിയേറ്ററുകളിൽ പ്രേക്ഷകർ നിറയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള എല്ലാ ക്രൂവും അത്രയേറെ എഫോർട്ട് എടുത്തിട്ടുണ്ട്, അത്രയേറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ എത്തിച്ചേർന്നവരും ചേരാത്തവരുമായിട്ടുള്ള എല്ലാവരും. അപ്പോൾ എന്തായാലും എല്ലാവരെയും, എത്തിച്ചേർന്നവരെയും ചേരാത്തവരെയും എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അന്നേരം ആസിഫ് പടം അറിയാൻ നമ്മളെപ്പോഴും ഫുൾ ടൈം ഉണ്ട് കൂടെ. അപ്പോൾ ഇതിലും ജിസേൻ ഡയറക്റ്റ് ചെയ്ത പടപരിപാടിയാണ്. അപ്പോൾ ട്രെയിലർ കാണാനുള്ള ആകാംക്ഷ എനിക്കുണ്ട്. പ്രത്യേകിച്ച് തിയേറ്ററിൽ ഫസ്റ്റ് ലോഞ്ച് ആകുമ്പോൾ ആദ്യത്തെ പരിപാടിയാണല്ലോ ഒരു പടത്തിൻ്റെ ലോഞ്ചിങ്ങിന്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. താങ്ക് യു അർജുൻ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഈ പടത്തിൽ ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ വളരെ ഫാമിലി പോലത്തെ ആൾക്കാരുടെ സിനിമയാണിത്. എസ്പെഷ്യലി മച്ചാൻ, ജിസേട്ടൻ, പിന്നെ അരുൺ ചേട്ടൻ, നമ്മുടെ എല്ലാവരും നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ബീച്ചേട്ടൻ, അപ്പോൾ പിന്നെ ഞങ്ങളും ഒരു ഫാമിലി അത് ജെ സൂപ്പറൊക്കെ എഴുതിട്ടാണ്.
അപ്പോൾ എനിവേസ് ഓൾ ദ വെരി ബെസ്റ്റ്. പടത്തിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു. കലക്കൻ അവിടെ, അടിപൊളി അവിടെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തലവൻ്റെ ട്രെയിലർ ലോഞ്ചിന് ഇവിടെ വന്നിട്ട് പറ്റിയതിൽ വളരെയധികം സന്തോഷം. ദിസ് ഇസ് സച്ച് എ ഷോക്ക്. സോ അതാണ് എനിക്ക് സംസാരിക്കുന്ന ഒരു ഇത്തിരി ഇത്. പക്ഷേ ഈ സിനിമയെ കുറിച്ച് ഐ എം വെരി ത്രിൽഡ്, ഐ എം വെരി എക്സൈറ്റഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ജിസേട്ടൻ എപ്പോഴും നല്ല ഫീൽ ഗുഡ് മൂവീസിൻ്റെ ആളാണ്. എപ്പോഴും വളരെ നന്മ മാത്രം പറഞ്ഞു പോയിരിക്കുന്ന കുറേ കഥകൾ നമുക്ക് സമ്മാനിച്ചേക്കുന്ന ഒരു ഡയറക്ടറാണ്. പക്ഷേ ജിസേട്ടൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പോലീസ് സ്റ്റോറി, അതിൽ ടീസറിൽ കാണുന്ന പോലത്തെ ഒരു ടെൻഷൻ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട് തലവൻ്റെ കഥ അറിയാനായിട്ടും സിനിമ കാണാനായിട്ടും. സോ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹോൾ ഫാമിലിയുടെ പേരിൽ, ബിക്കോസ് വി ആർ എ ഫാമിലി, സോ ഒരു നന്ദി പറയുന്നു. ആൻഡ് എല്ലാവരോടും തലവൻ പോയി കണ്ട് ഇത് നമുക്കൊരു അടുത്ത ഹിറ്റ് പടമാക്കി മാറ്റാമെന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. അതെനിക്ക് ഒരുപാട് പ്രായമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒരുപാട് സന്തോഷം. ജിസ്മോൻ്റെ പടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. കുറേ കാലം വെയിറ്റ് ചെയ്തു, ഇപ്പോൾ വിളിക്കുമെന്ന്. അങ്ങനെ വിളിച്ചു. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്, അതുകൊണ്ട് ആ സസ്പെൻസ് ഞാൻ പൊളിക്കുന്നു. ഞാനാണ് തലവൻ. താങ്ക് യു. ജിസന്റെ ഒരുപാട് പഴയ സുഹൃത്താണ്, അതായത് ടെലിവിഷൻ കാലം മുതലേ. പിന്നീടാണ് ജിസ്മോൻ സിനിമയിലേക്ക് എത്തിയത്. ഞാനും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ലെങ്തി റോളാണ്. ബീച്ചേട്ടൻ സ്റ്റേഷനിലിരിക്കുമ്പം സർ ചായ എന്ന് പറഞ്ഞ് ചായ ഇട്ട് കൊടുക്കുന്നത് ഞാനാണ്. അപ്പം ഞാനാണ് തലവൻ. അതെന്നാ വർത്താനം അത്. ജിസനും മുഴുവൻ ടീമിനും എല്ലാവിധ ആശംസകളും. സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. അല്ല, രണ്ടുപേരും തലവന്മാരായ സ്ഥിതിക്ക് പിന്നെ ഇപ്പം ആസിഫ് അലിക്കും ബിജു മേനോനും ഒക്കെ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ വേഷം, പക്ഷെ തലവനാന്ന് നമുക്ക് വിചാരിക്കാം. അവസാന നിമിഷം വരെ സംശയിക്കാമല്ലോ. ഇനി ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് അപർണ ബാലമുരളിയെ. അപർണ പ്ലീസ്. ഈ സിനിമയായിട്ട് എനിക്ക് ആകെ കൂടെയുള്ള ബന്ധം ജിസേട്ടനും ആസിഫ്ക്കയാണ്. അത് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ എൻ്റെ ലൈഫിലൊരു ആത്മാട്ട ഹലോ ഞാൻ പറഞ്ഞു തുടങ്ങിയത് സൺഡേ ഹോളിഡേനെ പറ്റിയിട്ടാണ്. എൻ്റെ ലൈഫിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് സൺഡേ ഹോളിഡേ. ഇന്നും എല്ലാവരും വന്ന് പറയുന്നത്. പേഴ്സണലി പ്രൊഫഷണലി എനിക്ക് സൺഡേ ഹോളിഡേ കൊണ്ട് ഭയങ്കര നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആസിഫ്ക്കയും ജിസേട്ടനും ഒരു ഫാമിലി ആയി മാറിയ ഒരു സിനിമയാണ് എനിക്ക് സൺഡേ ഹോളിഡേ. അതുകൊണ്ട് തന്നെ ഇന്ന് തലവൻ്റെ ട്രെയിലർ ലോഞ്ചിന് വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ജിസേട്ട ഫോർ ഇൻവൈറ്റിംഗ്. കാരണം ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മൂമെൻറ്റ്. ഇങ്ങനത്തെ ഓരോ ചെറിയ ഇവൻറ്റുകളും വളരെ മെമ്മറബിൾ ആണ് എനിക്ക്. മാത്രമല്ല നേരത്തെ പറഞ്ഞ മാതിരി ഈ കോമ്പിനേഷൻസ്, ആസിഫ് ജിസേട്ടൻ, ആസിഫ് ബിച്ചേട്ടൻ, ഇങ്ങനത്തെ കോമ്പിനേഷൻസ് നമ്മൾ ഒരുപാട് കണ്ട് ആസ്വദിച്ച് കുറേ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഐ എം ഷുവർ അതുകൊണ്ട് തന്നെ തലവൻ അതിനെക്കാട്ടിലും ഒക്കെ മേളിലൊരു വലിയ ഹിറ്റാവും എന്ന് ഉറപ്പാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ടീം. ഇതൊരു വലിയ 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 ഹിറ്റായി മാറട്ടെ. താങ്ക് യു. ഒഫീഷ്യലി ട്രെയിലർ ലോഞ്ച് ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് എല്ലാവരും ഇവിടെ എത്താൻ കാണിച്ച മനസ്സിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഈ ട്രെയിലറും പാട്ടും ടീസറും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയതുപോലെ ഇതൊരു ജിസ്ജോയ് ചിത്രമല്ല എന്ന് എഴുതി കാണിച്ച് ഈ സിനിമ തുടങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മഴപ്പാടും എന്ന് എഴുതി തുടങ്ങിയ ആളാണ് തീ തലവന എന്നിപ്പോ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജിസന്റെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു ചോയ്സ് ആണ്. ഞാൻ ജിസിന്റെ കൂടെ ചെയ്ത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത 2 സിനിമകളായിരുന്നു. 3 സിനിമകളുണ്ട്. അതിലേറ്റവും സ്വീകാര്യ കിട്ടിയത് 2 സിനിമകളാണ്. തീർച്ചയായിട്ടും സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും. അപ്പൊ ആ 2 സിനിമ കഴിഞ്ഞപ്പോൾ മലയാള സിനിമയിലെ ഫീൽ ഗുഡ് സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള ഒരു പദവി ജിസ്ജോയ്ക്ക് കിട്ടുകയും അത് കഴിഞ്ഞ സിനിമ ഞങ്ങളുടെ ഇന്നലെ വരെ എന്ന സിനിമയിലൂടെ അത് ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹം ട്രൈ ചെയ്തു. ഈ സിനിമയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും സിനിമയെ പറ്റി പറയാനില്ല. ഈ ട്രെയിലറും
ടീസറും പാട്ടും ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു മൂഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഈ സിനിമ ഞാൻ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തിലാണുള്ളത്. രേണു ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത് എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയാം, ഇറങ്ങിയ എല്ലാ സിനിമകളും മലയാള സിനിമകളെല്ലാം തിയേറ്ററിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത്. ഇനി ഈ സിനിമയ്ക്ക് കുറച്ചു നാൾ ഓടാനുള്ള സ്ഥലവും സൗകര്യവും ഇവിടെ വേണം. അപ്പോൾ അത് കിട്ടുമെന്നും അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. എത്ര വിനീതമായ തലവൻ എന്ന നില. ബിജേട്ടന് സമ്മതിക്കോ? അത് ബിജേട്ടൻ സമ്മതിക്കുമോ ഈ പറഞ്ഞത്? അതിൽ സംശയം ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ വന്നേനെ. അങ്ങനെയാണ്, ഇത് വിളിച്ച് ചോദിക്കണം. ഓൾ ദി ബെസ്റ്റ് ആസിഫ്. പറഞ്ഞ പോലെ ഒരുപാട് നിറഞ്ഞോടാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിക്കട്ടെ. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ട്രെയിലറാണ്, ടീസറാണ്. ആകാംക്ഷയുടെ മുൾമുനയിലാണ് ഞങ്ങളും. ജിസിൻ്റെ കഴിഞ്ഞ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് സൺഡേ ഹോളിഡേ. പിന്നെ ഈ സിനിമയിൽ ആസിഫ് ആണെങ്കിലും വിജയചേട്ടനാണെങ്കിലും അതുപോലെ സിജോ എൻ്റെ 12 വർഷമായിട്ടുള്ള ഫ്രണ്ടാണ്. എൻ്റെ ഒരു സിനിമയുടെ ലൈൻ പ്രൊഡ്യൂസറായിട്ടാണ് സിജോ സിനിമയുമായി ബന്ധപ്പെടുന്നത്. അതുപോലെ അരുൺ. അതുകൊണ്ട് എനിക്ക് ട്രെയിലർ റിയലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ സക്സസ് ആയി മാറട്ടെ തലവൻ. ഗംഭീര ഒരു ത്രില്ലറായി മാറട്ടെ. ഇനിയും ഫീൽ ഗുഡ് സിനിമകളിലേക്ക് ജിസിന് മടങ്ങി പോകാൻ സാധിക്കട്ടെ. അതൊരു ഭയങ്കര റിക്വസ്റ്റ് ആയിരുന്നു ഇതിന്റെ കൂടെ ജിസേട്ട. പക്ഷെ നമ്മളത് കണ്ടിട്ട് പറയും ഇനി ഏതാണ് നമുക്ക് വേണ്ട ജോഡരുത്. ടിനു പാപ്പച്ചൻ പ്ലീസ് താഴേക്ക് വരണം. എല്ലാം ജിസേട്ടന്റെ ഒരു വലയത്തിലുള്ള ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബന്ധത്തിലും അങ്ങനെ അദ്ദേഹത്തിന്റെ കൂട്ടായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. ഇപ്പം ടിനു പാപ്പച്ചൻ മുമ്പേ കണ്ടാണ്. കാരണം അന്നേ ഞാൻ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ട്രെയിലർ. അപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്ത സിനിമയാണത്. അരുൺ നാരായണനായാലും ജിസ്മോനായാലും ആസിഫയിലായാലും ബിജേട്ടനൊക്കെ ആയാലും അപ്പോൾ സിജോ ആയാലും. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുള്ള സിനിമയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു വലിയ വിജയമാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ടിനു. ജിസേട്ടനെ പറ്റി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഇന്ന് വരെ പരിചയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരു മാന്ത്രികത കയ്യിലുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാളും അദ്ദേഹത്തിൻ്റെ ആ ഒരു വലയത്തിൽ നിന്ന് പോവില്ല. എല്ലാവരും വളരെ വളരെ സ്നേഹപൂർവ്വം കൈകാര്യം ചെയ്യാനും ഏത് രീതിയിൽ പ്രൊവോക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ കൂളാക്കാനും പ്രത്യേക ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് എന്താ പറയുക, വളരെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമ തന്നെ വളരെ ഏത് സദസ്സിൽ പോയിട്ടായാലും വിജയ് സൂപ്പറിൻ്റെ പ്രൊഡ്യൂസറാണെന്ന് അഭിമാനത്തോടെ പറയാവുന്ന ഒരു സാഹചര്യം എനിക്കൊരുക്കി തന്ന ജിസിനെ ലൈഫ് ലോങ് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാതാവ് അരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജിസിൻ്റെ പോലെ തന്നെയുള്ള വേറൊരു കഥാപാത്രം. അതായത് നിർമ്മാതാക്കളിൽ വളരെ സൗമ്യൻ, എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും മലയാള സിനിമയിൽ വളരെ നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ സേവനം പല രീതിയിലും എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്നും എനിക്കറിയാം. അതുപോലെ തന്നെ ഈ ഒരു ടീം, അതായത് ജിസ്, അരുൺ നാരായണൻ, പിന്നെ ആസിഫിനെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഈ കഥാപാത്രത്തിൽ നിന്ന് വെളിയെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എവിടെ വെച്ച് എന്നെ കണ്ടാലും ചിരിച്ചിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ഇന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, ദൈവം ഈ മനുഷ്യനെ കെട്ടിപ്പിടിക്കണേ. കാരണം ആ കണ്ണിലുള്ള ആ തീ ഉണ്ടല്ലോ, ഇപ്പോഴും പോലീസാന്ന വിചാരം. അതിൽ നിന്ന് ജിസ് അദ്ദേഹത്തിനെ ഒരു പോലീസാക്കി മാറ്റിയിട്ടുണ്ട്. അത് ആ ഒരു സംവിധായകന്റെ ഒരു കഴിവ് തന്നെയാണ്. ഒരു കഥാപാത്രത്തിനെ റിയലായിട്ട് അവതരിപ്പിക്കുക. അത് ഇതുവരെ ഫീൽ ഗുഡ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹം നെക്സ്റ്റ് ഇതിന്റെ ട്രെയിലറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ കയ്യിൽ നിന്ന് പോയി, എളുപ്പമല്ല, അമ്മാതിരി ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഡേറ്റിന് വേണ്ടി ഞാൻ എന്നെ വീണ്ടും വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് എല്ലാവിധ ആശംസകളും നൽകുന്ന സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 24 മണിക്കൂറും ജിസ് പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ പ്രാർത്ഥന ഒരിക്കലും ദൈവം കൈവിടില്ല. എല്ലാവർക്കും നന്ദി. എല്ലാവരും ഇതിനോട് സപ്പോർട്ട് ചെയ്യണം മാക്സിമം എന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുനിലേട്ട. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. വർഷങ്ങളായിട്ട് ജിസേട്ടനെ എനിക്കും അറിയാം. അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, കൂട്ടുകൂടി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. എപ്പോഴും വിളിക്കുകയോ സംസാരിക്കുക എന്നുള്ളതല്ല, യു ആർ ഓൾവേസ് ഹിസ് ഫ്രണ്ട്. ജിസേട്ട ഓൾ ദി ബെസ്റ്റ് ഇതിന് ഇടയിലിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ സിനിമയുടെ കഥ, തിരക്കഥ
പുതിയ രണ്ടുപേരാണ് എഴുതിയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് ഒരു സംഭാവനയായിട്ട് ഈ ഒരു ഉഗ്രനായിട്ട് ഈ സിനിമ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ തന്നെ വരട്ടെ. അപ്പോൾ അവരെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ആനന്ദ് തേവർക്കാട്ട്, ശരത് പെരുമ്പാവൂർ, ഇവരുടെ ആദ്യത്തെ കഥ തിരക്കഥയാണ്. അപ്പം ഇതോടുകൂടി മലയാള സിനിമയിൽ ഒരു പുതിയ ഒരു ഉദയം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോട് കൂടിയാണ് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നത്. ഇവര് ക്ലൈമാക്സ് പറയുമെന്നല്ലേ പറഞ്ഞേ? അല്ലല്ലേ? അല്ല, ശരിക്കും ഞങ്ങളാണ് ഇതിൻ്റെ തലവൻ. നമസ്കാരം. നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ്. നല്ല പേടിയും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ബഹുമാനമൊക്കെ കൂടിയതുകൊണ്ടാണ് ടെൻഷനുണ്ട്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ മീഡിയനെയും പേടിയാണ്. ഈ ഇപ്പോഴത്തെ നമ്മുടെ സിനിമാ വ്യവസായത്തിൻ്റെ 80% കൈകാര്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്കറിയാം. ഞങ്ങളും ഫസ്റ്റ് ഷോ പോയി കണ്ടിട്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞ് അശ്വന്ത് ഗോക്കിനുൾപ്പെടെ സപ്പോർട്ട് ചെയ്യുകയും എതിർക്കുകയും ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇത് പ്രൊമോഷൻ പരിപാടി ആയതുകൊണ്ട് നമ്മളെന്താ പറയണ്ടത്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ആദ്യത്തെ പരിപാടിയാണ്. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പരിപാടി മലയാള സിനിമയിലേക്കുള്ള ഫസ്റ്റ് ചുവടുവെപ്പാണ്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം. ഇതിൽ കൂടെ എന്നതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ സുനിലേട്ടൻ, പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള അരുൺ ചേട്ടൻ, സിജോ ചേട്ടൻ, ജിസേട്ടനാണ് ഇതിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത്. സത്യത്തിലേക്കും എല്ലാവരും ചോദിച്ച ചോദ്യമുണ്ട്. തലവൻ ജിസേട്ടനാണ്. സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ എഴുതിയ പുള്ളി വെട്ടിത്തിരുത്തി, ദേഷ്യപ്പെട്ടു, ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കി, ഞങ്ങൾ തർക്കിച്ചു. അവസാനം ഞങ്ങൾ കീഴടങ്ങി. പുള്ളി പറഞ്ഞാണ് സത്യം എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ പ്രിവ്യൂവും ഷോട്ടുകളും കാണേണ്ടി വന്നു. അത് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് അറിയാൻ ഒരുപാട് വൈകി. ഇപ്പോൾ നിങ്ങൾ കണ്ട ട്രെയിലറും ഇതൊക്കെ സത്യമാണെങ്കിലും അതിലെന്തെങ്കിലുമൊക്കെ രസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആർക്കാണ്? മിസ്റ്റർ ജിസ് ജോയിക്കാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇരട്ട പറ്റതാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അതെ, ഒറ്റയ്ക്ക് വരാനുള്ള മടിയുണ്ടാട്ടോ. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ പാർട്ടായിട്ട് വരാൻ കഴിഞ്ഞാൽ. കഴിഞ്ഞ വർഷം എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെയാണ് ജിസേട്ടൻ്റെ എനിക്ക് വരുന്നത്. തലവനിലേക്ക് മിയ വരണം എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഈ വർഷത്തെ മോൻ്റെ ബർത്ത്ഡേ വന്നപ്പോഴും ഞാൻ ഓർത്തു, കഴിഞ്ഞ വർഷം ജിസേട്ടൻ ഈ ദിവസമാണ് വിളിച്ചതെന്നുള്ളത്. മേ ബി ഞാൻ എല്ലാ ബർത്ത്ഡേ വരുമ്പോഴും ഞാനത് ഓർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ ജോയിൻ ചെയ്തൊരു സിനിമയായിരുന്നു. ജിസേട്ടനെ കുറേ നാളുകളായിട്ട് അറിയായിരുന്നു. ജിസേട്ടൻ്റെ പരസ്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമ ജിസേട്ടൻ്റെ ഒരു പടത്തിൽ ഒരു പാർട്ടായിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്നാലും വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. അത് ഇതുപോലത്തെ ഒരു തലവൻ എന്ന് പറയുന്ന ഒരു സിനിമ, നല്ലൊരു ടീം, ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ടോട്ടലി എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും ഒരു ഫാമിലി ഒരു ഫീലിംഗ് തന്നെയായിരുന്നു അവിടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും, ഞാൻ മാത്രമായിരിക്കത്തില്ല, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ചെലവഴിച്ച ദിവസങ്ങളായിരുന്നു തലവൻ്റെ ലൊക്കേഷനിലത്തെ. അപ്പോൾ ട്രെയിലറൊക്കെ കണ്ട് എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും എല്ലാവരും കണ്ട് സിനിമ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോലെ ഞങ്ങൾ ഇതിനകത്ത് ആക്ട് ചെയ്തവരും വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസമാണ് ഈ പറഞ്ഞ പോലെ എന്നാണ് ഇത് റിലീസാവാൻ പോണേന്ന്. ജിസേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജിസേട്ട എപ്പോഴാണ് മറന്നുപോയോ, റിലീസ് ചെയ്യണില്ലേന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 2 മാസം കൂടുമ്പോൾ എൻ്റെ മെസ്സേജ് ജിസേട്ടന് ചെല്ലുമായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ജിസേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മൂവിയാണ്. ഒരുപാട് ആഗ്രഹിച്ച ഒരു ആളാണ് ജിസേട്ടൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്ക് കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. സോ ആ ഒരു ആഗ്രഹമാണ് ഈ ഒരു ചിത്രത്തിൽ സഫലമായിരിക്കുന്നത്. ആസിഫിക്കൻ്റെ കൂടെയാണെങ്കിലും ബിജേൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ജിസേട്ടനായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മീഡിയയുടെ സപ്പോർട്ടാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ കാണുക, നല്ല റിപ്പോർട്ട്സ് മാത്രം കൊടുക്കുക, വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. പോകരുത്, വെയിറ്റ് ചെയ്യൂ. ശങ്കരേട്ടാ,
ശ്രീ ശങ്കർ രാമകൃഷ്ണൻ, അദ്ദേഹം നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കും. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അരുൺ നാരായണൻ 26 വർഷങ്ങളിലേറെയായി എൻ്റെ അനുജനാണ്. സിനിമയിൽ യാത്ര ഒരുപാട് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അരുണിൻ്റെ സൗഹൃദത്തിൻ്റെ കണ്ണുകളിൽ പെടുന്നവരാണ് സിജോയും. ഇവിടെ ഈ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരനായി നിൽക്കുന്ന ശ്രീ ജിസ് ജോയ്. ജിസിൻ്റെ സിനിമയിലെ ഈ എൻ്റെ വേഷം ഞാൻ ചോദിച്ചു മേടിച്ചതാണ്. അത് കാരണം മറ്റൊന്നുമല്ല, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്നൊക്കെയുള്ള നിലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആക്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും വളരെ തെറാപ്യൂട്ടിക്കാണ്. അതായത് നമ്മൾ ശരിക്കും ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോൾ പുതിയൊരു ടീമിനെ മീറ്റ് ചെയ്യാൻ, പുതിയൊരു ക്രൂവിനെ മീറ്റ് ചെയ്യാൻ, നിങ്ങളെപ്പോലെയുള്ള താരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്യാനൊക്കെ ഉള്ള വളരെ സ്വാർത്ഥമായ കാര്യങ്ങളാണ്. ഇവിടെ ഇതിനു മുമ്പ് വന്ന ടിനു പാപ്പച്ചനോടും ഒക്കെ ഞാൻ ഇതുപോലെ വളരെ സൗഹൃദപൂർവ്വം ഞാൻ ചോദിക്കാറുണ്ട് നല്ല വേഷങ്ങളുണ്ടെങ്കിൽ തരണമെന്ന്. കാരണം ഈ സിനിമ നിങ്ങൾ ഇവിടെ ഈ മുഹൂർത്തം ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്, സാധാരണഗതിയിൽ നമ്മളൊരു ട്രെയിലർ കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ്. അതിൻ്റെ മുന്നിൽ എഴുതി കാണിക്കാറുണ്ട് യൂസ് യുവർ ഇയർഫോൺസ് ഫോർ ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന്. പക്ഷേ ഈ PVR തിയേറ്ററിനുള്ളിൽ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ നമ്മളത് അർഹിക്കുന്ന എല്ലാ ടെക്നിക്കൽ ഫിനസോടും കൂടി നമ്മൾക്ക് കാണാൻ ഇവിടെ വേദി ഒരുക്കിയ ജിസ്സിനും അരുൺ നാരായണനും അതുപോലെ സിജോയ്ക്കും നിങ്ങൾ ചെയ്തത് ഇതിൻ്റെ ടെക്നീഷ്യൻസിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ആദരവാണ്. ശരൺ വേലായുധൻ, അദ്ദേഹത്തിൻ്റെ പേരിവിടെ പറയേണ്ടതുണ്ട്. മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ഒരു ഛായാഗ്രാഹകനെ കൂടി ജിസ് ജോയ് നമുക്ക് സമ്മാനിക്കുന്നു, ശരൺ വേലായുധൻ. അതുപോലെ സൂരജ്, ഞാൻ ഒരു നടൻ എന്നുള്ള നിലയിൽ വന്നത് പറയേണ്ട കാര്യമില്ല. സൂരജിൻ്റെ എഡിറ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ജിസ് അത് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, ഒരുപാട് തവണ ക്ഷമാപൂർവം സൂരജിനോടൊപ്പം സ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്കിതിൻ്റെ ട്രെയിലേഴ്സിലും ടീസറിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പേരെടുത്ത് പറയേണ്ടതാണ്, ഇവിടെ സാന്നിധ്യം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ദീപക് ദേവിൻ്റെ ഒരു മ്യൂസിക് ഇങ്ങനെ ഒരു സിനിമയുടെ കഥയ്ക്ക് എത്രത്തോളം നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നു എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. സിമിലർലി രംഗനാഥ് രവി, ഇതിൻ്റെ ശബ്ദ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രംഗനാഥ് രവിയാണ്. അരുൺ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. കാരണം നിങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന സിനിമയിലെ ഒരു ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അത് ഞാൻ കണ്ടതാണ്. തലശ്ശേരി ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ്. ഏറ്റവും മികച്ച ഭക്ഷണം സെറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആസിഫ് പല ദിവസങ്ങളും ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഇത് 2 മണിക്കൂർ അവിടുത്തെ ഏറ്റവും അവിടെ അവൈലബിൾ ആയിട്ടുള്ളൊരു ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടൊക്കെയാണ് പലപ്പോഴും ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നത്. അതുപോലെ ഇവിടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനാവുന്ന പ്രിയപ്പെട്ട ബിച്ചേട്ടൻ, നിങ്ങളെല്ലാവരും തന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ടതുണ്ട്. എനിക്കറിയാം അത് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ അതൊരു OTT പ്ലാറ്റ്ഫോമിലേക്കോ ഒക്കെ നമ്മൾ കാണുമായിരിക്കാം. പക്ഷേ കേവലം 5 മാസങ്ങൾ കൊണ്ട് ഇന്ത്യ ഒട്ടാകെ നോക്കുന്നത് കേരളത്തിലേക്കാണ്, കേരളത്തിലെ തിയേറ്ററുകളിലേക്കാണ്. അപ്പോൾ നമുക്ക് വരവേൽക്കാം തലവൻ്റെ പിറകിലുള്ള ഈ അണിയറ ശില്പികളെ. നന്ദി ആസിഫ്, നന്ദി. ഈ സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു വലിയ കഥാപാത്രത്തിനെ എടുത്തു വച്ചിരിക്കുന്ന ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോ സിനിമയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൊരുതി നേടിയ വിജയം തന്നെയാകും തലവൻ. പോരുത് ശങ്കരേട്ട. എല്ലാവരെയും ഇതിലെ ടെക്നീഷ്യൻസിനെ, അഭിനേതാക്കളെ എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഈ സിനിമയുടെ ഭാഗമായ എല്ലാ ടെക്നീഷ്യൻസും അഭിനേതാക്കളും ദയവേത് താഴേക്ക് വരണം. ഇവിടെ എല്ലാവർക്കും മുന്നിലേക്ക് ഇതിൽ അഭിനയിച്ച എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും വരണം. അതുപോലെ തന്നെ ശരൺ വേലായുധന്റെ കാര്യം ശങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എടുത്തു പറയേണ്ടതാണെന്ന്. അതുകൊണ്ട് 2 വാക്ക് സംസാരിക്കാനായി ഞാൻ ശരണിനെയും ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഈ ഒരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ ഈ ഒരു ജേർണി ഇവിടെ എത്തി നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചേട്ടൻ പറഞ്ഞ പോലെ ഈ ത്രൂ ഔട്ട് ദ ഫിലിം ഒരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. അത് ഇനിയുള്ള പ്രോസസ്സിലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ടീമായിരുന്നു. ജിസേട്ടൻ, അരുൺ ചേട്ടൻ, സിജ ചേട്ടൻ, ആസിഫിക്ക, ബി ചേട്ടൻ, ആക്ച്വലി മിയ, ഹൻശ്രീ,
അടിപൊളി ടീം. ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ അങ്ങനെ അറിയില്ല, അതുകൊണ്ടാണ് ഇന്ന് പരുങ്ങുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു. ഇത്തരത്തിലൊരു മൾട്ടിസ്റ്റാർ പടത്തിൻ്റെ ഭാഗമായതിലും ട്രെയിലറിലൊക്കെ നല്ല സ്പേസ് വന്നതിനും ഇവിടെ സംസാരിക്കാൻ അവസരം തന്നതിനും എല്ലാം നന്ദി. ഈ സിനിമ വലിയൊരു വിജയമാകും നമുക്ക് ഉറപ്പാണ്. എല്ലാ ആശംസകളും നേരുന്നു. അതിനു മുന്നേ എനിക്ക് ജിസ്മോനും അരുണുമായിട്ടൊക്കെ പണ്ടേ ബന്ധമുണ്ടാണ്. അരുൺ നായകനായ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ ഞാൻ 10 വർഷം മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് അരുണ് നിർമ്മാതാവായ സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ എല്ലാത്തിനും നന്ദി. അതുപോലെ തന്നെ ലാലി ചേച്ചി 2 വാക്ക് സംസാരിക്കാനായി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ സസ്പെൻസ് പൊളിച്ചേക്കാം. ഞാൻ ആസിഫ് അലിയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. എൻ്റെ മകനാണ് തലവൻ. എല്ലാവർക്കും സ്വന്തം മക്കൾ നല്ല ഏറ്റവും ഉയർന്നു വരണം നല്ല ആഗ്രഹം. അങ്ങനെ ഞാൻ ജിസയുടെ കൂടെ ഇതിപ്പോൾ 2ാമത്തെ സിനിമയാണ്. മോഹൻകുമാർ ഫാൻസിൽ അഭിനയിച്ചിരുന്നു. ചെറിയ റോളാണെങ്കിലും ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ജിസയുടെ കൂടെ അഭിനയിക്കുമ്പോൾ. എന്നെ ഓർത്തല്ലോ എന്ന് ഞാൻ 2ാമത്തെ സിനിമയിൽ വരുമ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു സീനിന് പകരം ഒരു 10 സീനൊക്കെയുള്ള ഒരു സിനിമ എനിക്കായിട്ട് തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ സിനിമ ഒത്തിരി വിജയമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി. ഞാൻ പറയായിരുന്നു, ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞപ്പോൾ, ഇതിൻ്റെ ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. എഡിറ്റിംഗ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഗ്രേഡിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിജുവേട്ടനും ആസിഫും ഒരു ദിവസം രാത്രി 11 മണിയായപ്പോൾ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ വന്നിട്ട് സിനിമ കണ്ടു. ഭയങ്കരമായിട്ട് സിനിമാറ്റോഗ്രാഫറെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ശരണിനെ ഞാൻ ഈ സിനിമയിലേക്ക് വിളിച്ചത്. കാരണം ശരൺ വരുന്ന എല്ലാ വർക്കുകളും ചെയ്യുന്നില്ല, വളരെ സെലക്റ്റീവായിട്ടാണ് പടം കമ്മിറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ സൗദി വെള്ളമൊക്കെ കണ്ടാലും അമ്പിളി കണ്ടാലും പാച്ചുവും അത്ഭുത വിളക്കും ഒക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പടത്തിൽ ജോയിൻ ചെയ്യുന്നത്. ഇതുവരെ അടുത്ത സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുമില്ല. അങ്ങനെ വളരെ സൂപ്പർ സെലക്റ്റീവ് ആയിട്ടുള്ള ക്യാമറ. ഒരുപാട് സന്തോഷമുണ്ട് ശരൺ ഈ പടം ചെയ്തതിൽ. അതുപോലെ സൂരജിന്റെ എഡിറ്റർ ഏറ്റവും കൂടുതൽ എന്നോട് ക്ഷമ കാണിച്ച ആളാണ്. ഒരു സമയത്ത് പോലും ഞാൻ ആലോചിക്കുന്നത്, ഭയങ്കരമായൊരു പേഷ്യൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ക്ഷമയാണെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ എന്നേക്കാൾ ക്ഷമയുള്ള ഒരാളാണ്. കാരണം എത്രയോ ദിവസങ്ങൾ രാത്രിയും പകലും ഇരുന്ന് മാറ്റിയും മറിച്ചും ഷഫിൾ ചെയ്തും ഒക്കെ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്ത് പോലും ഇറിറ്റേറ്റഡ് ആവാതെ കൃത്യമായ നിലപാടുകൾ തുറന്നു പറഞ്ഞ് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച നമ്മുടെ വെള്ളിമൂങ്ങ പുറത്ത് സൂപ്പർ ഹിറ്റ് സിനിമയുടെ എഡിറ്ററാണ് സൂരജ്. സൂരജ് ഒന്ന് കൈവക്കിയാൽ മനസ്സിലാവും. ഓക്കെ. അതുപോലെ പറയാനാണെങ്കിൽ ഇവിടെ എല്ലാവരും ഒരുപാട് ആനന്ദപാലുണ്ട്, എല്ലാവരും അനുരൂപുണ്ട്. ഇദ്ദേഹത്തെ അറിയാലോ അല്ലേ നമുക്ക്, പ്രത്യേകിച്ച് പറയേണ്ട നന്ദനുണ്ടി ഉണ്ട്. പിന്നെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇദ്ദേഹത്തെ അറിയാലോ, നേരത്തെ എത്തിയായിരുന്നു. ഇതിന് വലിയൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബാക്കിൽ മറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, പിന്നെ വിഷ്ണു PC, നമ്മുടെ മനോഹരമായിട്ട് അറ്റ്മോസ് മിക്സ് ചെയ്ത ആള് ബാക്കിൽ ഒളിഞ്ഞു നിൽക്കുകയാണ്. ഒന്ന് വാ, ഇങ്ങനെയൊക്കെയല്ലേ മുഖം കാണാൻ പറ്റുള്ളൂ. എത്രയോ വലിയ പടങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച അറ്റ്മോസ് മിക്സിന്റെ ആളാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ആരുടെയെങ്കിലൊക്കെ പേര് ഇങ്ങോട്ട് വിളിക്കാനോ ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന അത്രയും മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ രേണു മനോഹരമായിട്ട് ഇവന്റ് ഹാൻഡിൽ ചെയ്തതിന്. ഇനി നമുക്ക് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചല്ലേ, വിളിക്കണം. അവരെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അരുൺ ആൻഡ് സിജോ, അരുൺ നാരായണൻ പ്രൊഡക്ഷൻസ് ആൻഡ് ലണ്ടൻ സ്റ്റുഡിയോസ്, അവർ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ വേദിയിലേക്ക് എത്തിക്കുന്നത്. അവർ രണ്ടുപേരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ആസാദ് കണ്ണാടിക്കലും പടത്തിന്റെ ഭാഗമല്ലേ? ആസാദ് കണ്ണാടിക്കൽ ഞാൻ പേര് വിളിച്ചില്ലെന്ന് വഴക്ക് പറയുന്നു. പുള്ളിയാ ശരിക്കും തലവെന്ന്. വാ ജോജി, ആവശ്യമില്ലാത്തൊരു പടി വന്നാണ്. തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മളോട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ട്രെയിലർ വോക്കാണോ? മുമ്പിലിരിക്കുന്നവരോട് ചോദിച്ചു നോക്കാം. ഓക്കെയാണോ? ഓക്കെ ഒന്നുമല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും 24 തീയതി വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാണ് സിനിമ.
ഞങ്ങളുടെ ഒരു 1.5 വർഷത്തെ പ്രയത്നമുണ്ട് എല്ലാ സിനിമയ്ക്കും ഉള്ള പോലെ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാള സിനിമയ്ക്ക് വളരെ വലിയൊരു സുവർണ്ണ കാലഘട്ടമാണെന്നാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. തീർച്ചയായിട്ടും അത് എല്ലാ സിനിമയ്ക്കും സംഭവിക്കട്ടെ. ഇപ്പം ഗുരുവായൂരമ്പല നടയിലും സുമേഷും സുമലതി ഇറങ്ങുന്നുണ്ട്. ഫ്രൈഡേ ഗൂ എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം മണിമുള്ള രാജേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടൊരു ഹൊറർ ചിത്രം ഫ്രൈഡേ തിയേറ്ററിൽ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 24th വരുന്നുണ്ട്. അതിനു മുമ്പ് ടർബോ എന്ന് പറയുന്നൊരു സിനിമ, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സിനിമകളും അർഹിക്കുന്ന വിജയം നേടാനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സിനിമകൾക്കൊപ്പം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എല്ലാവരും ഞങ്ങൾ വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇങ്ങനൊരു പ്ലാൻ ഇതാക്കിയത്. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക പ്രസൻസ് കൊണ്ട് അത് ഞങ്ങളെല്ലാവരും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സിജോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ലണ്ടൻ സ്റ്റുഡിയോസ് ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഫിലിമാണിത്. അപ്പോൾ ചില നല്ല കാര്യങ്ങൾ വളരെ ആകസ്മികമായി സംഭവിക്കുന്നതാണ്. കാരണം ഒരു 1.5 വർഷം മുമ്പ് അരുൺ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, നമ്മൾ ചെയ്താലോ? അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു ദിവസം വിളിച്ചു, പൂജയ്ക്ക് വരണം. പൂജയ്ക്ക് വന്നു, ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. പിന്നെ പാക്കപ്പിന് വരണം, ഒരാഴ്ച വന്നു. അങ്ങനെ ഒരു 2-3 ഹോളിഡേയ്സ് ആയിട്ട് ഞാൻ വന്നു പോയതല്ലാതെ എനിക്ക് യാതൊരു ടെൻഷൻ തരാതെ നല്ല രീതിയിൽ ഈ പടം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പ്രൊഡ്യൂസർ എന്നുള്ളൊരു ലേബൽ ഉണ്ടാക്കി തന്നു. ഇനി അതൊരു നല്ല വിജയിച്ച പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആകാനുള്ളൊരു ഭാഗ്യം കൂടെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. താങ്ക് യു. ഒരു ചെറിയ സ്വാതന്ത്ര്യം വേണു. എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്, അരുണിൻ്റെയും ആസിഫിൻ്റെയും സാന്നിധ്യത്തിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് ഒരു നീതികേടാവും. മൃദുൽ ഈ കൂട്ടത്തിലുണ്ട്. ചങ് ബ്രോ ആണ് അവൻ. ഇവരുടെ സിനിമകളുടെ എല്ലാത്തിൻ്റെയും പുറകിൽ അവൻ എല്ലാ കാലവും അവൻ ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ ശരിക്കും മൃദുൽ നായർ എന്ന സംവിധായകനെ ഈ വേദിയിലേക്ക് അരുൺ ആ സ്വാതന്ത്ര്യം. അപ്പോൾ ജിസേട്ടനും ആസിഫിനും ബിച്ചേട്ടനും അരുണും എല്ലാവർക്കും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും വെരി ഓൾ ദി ബെസ്റ്റ്. ജിസേട്ടൻ്റെ അടുത്ത മൺഡേ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പടത്തിൽ എന്നെ അഭിനയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി മീൻ അഭിനയിക്കുന്ന ജിസേട്ടനെ അറിയാം. സോ ജിസ് ജോയ് ആൻഡ് ഹിസ് ജോയ്സ്. 30 seconds പോലും എനിക്ക് ആവശ്യമില്ലത്. ഒരു കാര്യം കൂടി ഈ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് ഞാൻ പറയാണ്. ചമൻ ചാക്കോ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹമാണ് 2018 എഡിറ്റ് ചെയ്ത ആളാണ്. അദ്ദേഹമാണ് ഈ സിനിമയുടെ ട്രെയിലർ എഡിറ്റ് ചെയ്തത്. സോ ചമൻ ചാക്കോ, താങ്ക് യു സോ മച്ച്. ആസിഫ് അലിയുടെ ടാലന്റ് തന്നെയാണ്. ദാറ്റ് മേക്സ് ആസിഫ് അലി സ്പെഷ്യൽ ഫോർ മീ. അതർ ദാൻ ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ബ്രദർ. ടാലന്റ് തന്നെയാണ്. ഓരോ സിനിമയിലും നമ്മൾ ഇപ്പോൾ ഞാൻ ചെയ്യാത്ത ഇപ്പോൾ സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും പൗർണമിയൊക്കെ ആസിഫിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ. അതല്ലാതെ ഇപ്പോൾ നമുക്ക് പേര് പെട്ടെന്ന് പറഞ്ഞാൽ കെട്ടുകളുണ്ട്. മാലാഖയിലെ ശ്രീവാച്ചനും പിന്നെ ഉയരയിലെ ഗോവിന്ദും ഒക്കെ കാണുമ്പോൾ ഒരു സുഹൃത്ത് എന്നതിനപ്പുറം നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ. ആ ഇഷ്ടം തന്നെയാണ് വീണ്ടും വീണ്ടും എനിക്ക് ആസിഫിനെ വെച്ച് സിനിമകൾ ചെയ്യാൻ തോന്നുന്നത്. ഇപ്പോൾ രണ്ടുപേര് തമ്മിലുള്ള ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ രണ്ടാളുകൾ ഒരേ സമയം റോ ആവുകയും എന്നാൽ അവർ രണ്ടുപേരും ഇടിച്ചിടിച്ച് നിൽക്കുകയും ചെയ്യുന്നതിന് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കായി മാറിയിരിക്കുന്നു. ലോകേഷ് ഉൾപ്പെടെ ഈ സിനിമയെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പോൾ ഗോഡ് ഫാദർ നായകനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയ പോലെ അയ്യപ്പനും കോശിയും തലവനൊരു ഇൻസ്പിറേഷൻ ഒരു നമ്മൾ ഇതിന്റെ ടീസർ ഇറക്കിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ അയ്യപ്പൻ കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള. പക്ഷെ ഞാനിത് ഇവിടെ ഉറപ്പായിട്ടും പറയണം എന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ്. നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ സിനിമ അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല. 2 റാങ്കിലുള്ള പോലീസുകാരുടെ ഈഗോ അല്ല ഈ സിനിമ, ഒരിക്കലും അല്ല. ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകണ്ട, അങ്ങനെ ഒരു കഥയേ അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് ഒരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ്. പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയുക സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓൺലൈൻ മീഡിയ ഉള്ളതുകൊണ്ട് പറയുകയാണ് ഇതൊരിക്കലും ഈഗോ ക്ലാഷിന്റെ സിനിമയല്ല. അയ്യപ്പനും കോശിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ നേരത്തെ പറഞ്ഞ ഒരു പടത്തിന്റെയും ജോണറിൽ പെടുന്ന പടമല്ല ഇത്. ആസിഫിന് അതായത് ഈ സിനിമയിൽ ബിജറിന്റെ കൂടെ എൻ്റെ മുഖവും കൂടെ കണ്ടപ്പോൾ, അതായത് 2
ഹീറോസ് ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലൊരു പോസ്റ്റർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു ചോദ്യം അത് തന്നെയായിരുന്നു. ഒരിക്കലും അതിനെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സിനിമയല്ല. തീർച്ചയായിട്ടും ഒരു ഈഗോ ക്ലാഷ് വരുന്നുണ്ട്, പക്ഷെ അതല്ല ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ടിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മൊത്തത്തിൽ മാറ്റി പിടിച്ചപ്പോൾ, അതായത് ഇപ്പോൾ സാധാരണ ജിസ് പടങ്ങളിൽ ഉണ്ടാകുന്ന കേക്ക് മുറിക്കുന്ന കത്തിക്ക് പകരം ഇവിടെ ശരിക്കുള്ള കത്തി, ചിരിക്കുന്ന ആസിഫ് അലിക്ക് പകരം റഫായ ആസിഫ് അലി, ആ മാറ്റം പാടായിരുന്നു? അല്ല, അങ്ങനെ പാടെന്ന് പറയാൻ പറ്റില്ല. പലരും ഓർക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ എന്റെ ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം, ആ സമയത്ത് 2013 ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നിറഞ്ഞ മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഒക്കെ ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ അതൊരു ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വളരെ യാദൃശികമായിട്ടാണ് ഞാൻ സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പോലത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു ജോണറുകൾ പരീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റെപ്യൂട്ടേഷൻ ഫീൽ ഇല്ല നമുക്ക് എല്ലാവർക്കും, എനിക്ക് തന്നെ. അതുകൊണ്ടൊരു മാറ്റിയുള്ള പരീക്ഷണമായിരുന്നു ഇന്നലെ വരെ സ്റ്റിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് ഇത്. അതിനേക്കാൾ ഏറെ സമയമെടുത്തും ആലോചിച്ചും ഒക്കെ ചെയ്ത സിനിമയാണ് ഇപ്പോൾ തലവൻ എന്ന് പറയുന്നത്. നല്ല ചോദ്യം. ഇതുവരെയുള്ള സിനിമകളുടെയൊക്കെ തിരക്കഥ ഞാൻ തന്നെയായിരുന്നു. ഇതിൽ സംഭാഷണമാണ് എഴുതിയിരിക്കുന്നത്, സംഭാഷണവും സംവിധാനമാണ്. ഇതിൽ ശരത്തും ആനന്ദും രണ്ടുപേരാണ്. ഇതിൽ ശരത്ത് ഒരു പോലീസ് ഓഫീസറാണ്, ആനന്ദിനെ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന. രണ്ടുപേരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ വന്ന് പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ഭംഗിയായിട്ട് എൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല, രസമായിട്ട് തന്നെ അവർ എൻ്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ സംഭാഷണങ്ങൾ എഴുതുന്ന ജോലി. ഇപ്പൊ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലെ 2 സൂപ്പർ സ്റ്റാർസിനെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ 2 ക്യാരക്ടറൈസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 2 പേർക്കും 2 പേരുടേതായിട്ടുള്ള സ്പേസ് വേണം, അവരുടെ ഇമോഷണൽ കണക്ട് വേണം, നമുക്കത് കണക്ട് ആണ്. സോ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാവല്ലോ. കാരണം സ്ക്രീൻ പ്ലേ സെറ്റനെ എഴുതാത്തപ്പോൾ അതിന്റെ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെ സ്ക്രീൻ പ്ലേ എഴുതാത്തപ്പോ എന്നുള്ളതല്ല, അത് സെറ്റിലേക്ക് വന്നിട്ട് എവറി ഡേ ഞാൻ ആ പ്രോസസ്സിലുണ്ടായിരുന്നു. ഈവൻ എവറി ഡേ ആസിഫിനൊക്കെ അറിയാം, നമ്മളത് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാറ്റി എഴുതാത്ത ഒരു ദിവസം പോലും ഇല്ല, ഒരു സീൻ പോലും ഇല്ല. നല്ല ചോദ്യമാണ്. അതായത് എപ്പോഴും ഈ 2 മാർക്കറ്റ് വാല്യൂ ഉള്ള 2 ആർട്ടിസ്റ്റുകൾ പ്രധാന മുഖങ്ങളായിട്ട്, മറ്റു മുഖങ്ങളുണ്ട്, പ്രധാന മുഖങ്ങളായിട്ട് നിൽക്കുമ്പോൾ അവരെ ഒരുപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ജോലിയാണ്. 2ഉം ബാലൻസ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകാന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ റിലീസാവാൻ ഒരു 8 ദിവസം കൂടി 9 ദിവസം കൂടി ഉണ്ട്. വേറെ ഒരു ക്ലെയിമിങ് ഞാൻ അവിടെ ചെയ്യുന്നില്ല, ഭയങ്കര ഉദാത്തമായ ഒന്നുമില്ല. നിങ്ങൾ കണ്ടിട്ട് പറയൂ, നിങ്ങളാണ് പറയേണ്ടത്. പ്രേക്ഷകൻ കണ്ടിട്ടാണ് നമ്മൾ എത്രത്തോളം ചെയ്തത് ശരിയാണ്, ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയൂ. ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണല്ലോ ജസ്റ്റ്, ഈ സിനിമയിൽ വല്ല ഡബ് ചെയ്തിട്ടുണ്ടോ? സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം, അത് ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാറ്റിയോ? ഞാൻ മാറ്റി. അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും നിങ്ങളൊക്കെ കാണിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു എഡിറ്റിന്റെ ഒരു രീതി ഉണ്ടല്ലോ, വീട്ടിൽ പടം ഇട്ട് കണ്ടിട്ട് എല്ലാം ക്രൂരനായി എഡിറ്റ് ചെയ്ത് കളയുന്ന ഒരു രീതി, അത് തലവനിലും ഉണ്ടായിരുന്നോ? തലവനില് ആദ്യം മുതൽ, അതായത് ഇതിന്റെ നമ്മൾ വായിച്ച് കമ്മിറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റിൽ നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നത് അനുസരിച്ച് അതിന്റെ സ്ക്രിപ്റ്റിന് ഇവോൾവ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ജിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു. ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇതിന്റെ ഫൈനൽ എഡിറ്റിലേക്ക്, ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇത്രയും ദിവസം ഇതിന്റെ റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചതിന് ഒരു മറുപടി ഇതിന്റെ ഈ ഫൈൻ ട്യൂണിങ് തന്നെയാണ്. എനിക്ക് നേരത്തെ ഞാൻ എടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ചതാണ് സൂരജിനെ പറ്റിയിട്ട്. ഓരോ പ്രാവശ്യം ഞാൻ ജിസിന് ഇതുപോലെ എവിടെയാണ് എന്ന് ചോദിച്ച് വിളിക്കുമ്പോഴും സൂരജിന്റെ കൂടെയാണ് ഇരുന്ന് ഓരോ ഫോർമാറ്റും ഞാനിതിന്റെ 3 വേർഷൻ ഓഫ് എഡിറ്റ്സ് കണ്ടു. ഏറ്റവും ഫൈൻ ട്യൂൺ ആയിട്ട് ചെയ്ത്, ഏറ്റവും നമ്മളിപ്പോ പറയല്ലോ ഫസ്റ്റ് ഹാഫ് ലാഗ്, സെക്കൻഡ് ഹാഫ് ലാഗ് എന്ന് പറയല്ലോ, അത് അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിനു ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു കണ്ണിച്ചോര ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് സാധാരണ നിങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കേട്ടു ആ ചോദ്യം. ഈ സിനിമ വരെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോൾ വൈഫും ഒക്കെ ചോദിക്കുന്നത് മീറ്റിംഗ് ഉണ്ടല്ലേ എന്നുള്ളായിരുന്നു. പക്ഷെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ ചോദ്യം മാറി എഡിറ്റിംഗ് ഉണ്ടല്ലേ, അങ്ങനെ മാറി.
അതിപ്പോ ഈ ബിജു ചേട്ടനായിട്ടുള്ള അസോസിയേഷൻ ഇപ്പം അനുരാഗരിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതൊരു പുതിയൊരു ജോണർ, അതായത് ലവ് സ്റ്റോറിയിൽ തന്നെ പുതിയൊരു കൈൻഡ് ഓഫ് ലവ് സ്റ്റോറി ഓപ്പൺ ആയതാണ്. വെള്ളിമൂങ്ങ ഉണ്ടാക്കിയ ഒരു ജോണർ ഷിഫ്റ്റ് നമുക്കറിയാം. അങ്ങനെയുള്ള തമാശകൾ വന്നതാണ്. അപ്പം ആ മനുഷ്യനായിട്ടുള്ള അസോസിയേഷൻ ആക്ടർ എന്നുള്ള രീതിയിലും ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലും അത് ഇപ്പൊ എത്രത്തോളം മാറിയിട്ടുണ്ട് റാപ്പോഴൊക്കെ? ബിജേട്ടൻ എനിക്ക് ഒരു സിനിമ ഒരു എന്താ സഹപ്രവർത്തകൻ എന്നുള്ളതിനേക്കാളൊക്കെ ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട്. എന്നെ വളരെ സ്നേഹത്തോടെ കൊച്ചിറക്കാന്നാണ് എപ്പോഴും ബിജേട്ടൻ വിളിക്കാറുള്ളത്. അത് ബിജേട്ടൻ്റെ കൂടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയമൊക്കെ ആണെങ്കിലും എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം മാറ്റിയിരിക്കും എന്നുള്ള കാര്യത്തിൻ്റെ അത് ഒരു സംശയമില്ല. ഒരുപാട് ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ബീച്ചറിനെ പറ്റി എടുത്ത് ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഒരാളാണ്. ബീച്ചറിന്റെ ഫാദർ ഒരു പോലീസ് ഓഫീസറായിരുന്നു. ബീച്ചറിന് ഒരു നല്ല പ്രായം വരെ അദ്ദേഹം വളർന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ പോലീസുകാരെ പറ്റിയും അവരുടെ രീതികളെ പറ്റിയൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ബീച്ചറിന്. അപ്പം ബീച്ചറിന് ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ ചെയ്യില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പൊ ഈ സിനിമയുടെ ഭാഗമായി അദ്ദേഹം വന്നപ്പോൾ അതും വലിയൊരു ധൈര്യമായിരുന്നു. നായികമാരോടാണ് സാധാരണ ഈ ജിസ് ജോയ് സിനിമകളിൽ ഒന്നില്ലെങ്കിൽ നായകനെ നന്നാക്കാനോ അല്ലെങ്കിൽ നായകൻ എന്തെങ്കിലും ഇഷ്ടിൽ അപകടത്തിൽപ്പെടുത്താനാണോ നായകന്മാർ വരാറ്? അങ്ങനെ എന്തെങ്കിലും മുൻധാരണകൾ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് പറയുമ്പോ? സാധാരണ ജിസ് ജോയ് സിനിമകളിൽ ഒന്നില്ലെങ്കിൽ നായകനെ നന്നാക്കാൻ, അതായത് ഒരു അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കാൻ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്താനൊക്കെയാണ് നായകന്മാർ പൊതുവിൽ വരാറ്. അങ്ങനെ എന്തെങ്കിലും ഒരു മുൻധാരണകൾ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത്? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു മുൻധാരണ അതിനുള്ള ഒരു സാഹചര്യമേ വന്നില്ല. കാരണം ആദ്യമേ വിളിച്ചപ്പോൾ തന്നെ ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓൾറെഡി നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് ഇൻഫർമേഷൻ തരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ മുൻധാരണ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ കേട്ട് മനസ്സിലാക്കി തന്നെയായിരുന്നു പോയത്. അപ്പോ എന്താ പറയുന്നത്, ആക്ച്വലി ഈ പടം ജിസ്റ്റേട്ടനോട് ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം. ഈ പടം ആദ്യമേ അനൗൺസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ജിസ്റ്റേട്ടന്റെ ഫിലിം ബിജു മേനോൻ ആൻഡ് ആസിഫ് അലി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ജിസ്റ്റേട്ടൻ കഴിഞ്ഞ ഇന്നാള് അതിന് ഈ അനൗൺസ് ചെയ്യുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്തോ ഒരു ഇവന്റിന് കണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലോർത്ത് ജിസ്റ്റേട്ടൻ പടം ചെയ്യാണല്ലോ, എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ വെറുതെ മനസ്സിൽ ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ചോദിച്ചില്ലോ, ഈ മൊമെന്റ് വരെ ഞാനത് പറഞ്ഞിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോന്റെ ബർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം കോള് വന്നപ്പോഴാണ് ഇതെന്താണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമോ? എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഫിലിമിലെ കാര്യം പറയുകയാണെങ്കിൽ. അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയായിട്ട് ഇങ്ങനെ നായകനെ നന്നാക്കുന്ന അങ്ങനെയൊന്നും കരുതിയല്ല ആരും കഥാപാത്രം ഒന്നും എഴുതുന്നതും കാര്യങ്ങളും ഒന്നും. അതിങ്ങനെ സംഭവിക്കുന്ന അതിന്റെ ക്യാരക്ടേഴ്സിന് ആപ്റ്റായിട്ട് അങ്ങനെ വരുന്ന കാര്യങ്ങളാണ്, എഴുതി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഒരു എന്താ പറയുന്നത്, എന്റെ ക്യാരക്ടർ വളരെ ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുത്തു നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ ഇപ്പൊ പറയാൻ ഉള്ള ഒരു സാഹചര്യമുള്ളൂ. അല്ല, ഞാനും എന്തായാലും തലവന്മാരെ രണ്ടുപേരെയും വെട്ടിലാക്കാനും പോയിട്ടില്ല, നന്മമരമാക്കാനും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു എന്റേതൊരു വേറെ തന്നെ ഒരു വഴിയാണ്. അന്വേഷണത്തിന്റെ ഒരു വല്ലാത്ത മുഖത്തിലേക്ക് അന്വേഷണത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലൂസ് കൊടുക്കുന്ന കഥാപാത്രമാണ് അനുശ്രീ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി പൊക്കി പറയുമോ? ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇവിടെ അറ്റത്തിരുന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് തരണമെന്ന്, കിട്ടണില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇനി പറഞ്ഞതുപോലെ നമുക്ക് 24-ാം തീയതി പടം എല്ലാവരും കണ്ടതിന് ശേഷം സംസാരിക്കാം. ഈ സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട പെർഫോമൻസസിൽ ഒന്നാണ് നസീർക്ക. ഈ സിനിമയിലൂടെ നിങ്ങളെ ഞെട്ടിക്കും. സ്ഥിരം പോലീസാണെന്ന് ചോദിക്കുന്നില്ലേ? അന്വേഷിപ്പിക്കേണ്ടത് പോലീസായിരുന്നില്ലേ? അതെ, പിന്നെയും പോലീസല്ലേ? ഇതിലും പോലീസാണ്, DNA-ലും പോലീസ്. ലെഫ്റ്റനന്റ് കാണാൻ പദവി പോലെ കിട്ടും, എന്തെങ്കിലും കിട്ടണം. അത് മേടിച്ചിട്ട് ഞാൻ പോകും. അല്ല, ഇത് ഞാൻ വളരെ സീനിയറായിട്ടുള്ള നമ്മുടെ ഒരു നടന്ന ഒരു താരത്തോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് പോലീസ് വേഷങ്ങൾ തന്നെയാണ്, അപ്പോൾ അതിലങ്ങ് ഉറച്ചു പോകുന്നൊരു പേടിയുണ്ടെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ അത് കൊള്ളാവുന്നതുകൊണ്ടല്ലേടാ വിളിക്കുന്നത്, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലേ വിളിക്കുന്നത്. പിന്നെ
അതിന് പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഈ സ്ഥിരം പോലീസ് വേഷം ചെയ്യുന്നു പറയുന്നവർക്ക് അത് പറയാനല്ലേ പറ്റുള്ളൂ, വേഷം തരാൻ പറ്റില്ലല്ലോ. അപ്പൊ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഷാജോൺ എന്ത് പറയാനാ? ഷാജോൺ സന്തോഷം, അവൻ ഊരിയിട്ട് ഉപ്പായി ഇപ്പൊ എന്താ ചെത്തായി. അങ്ങനെയല്ല, ഇതിനകത്ത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ജിസ്മോനായിട്ട് ഞങ്ങൾ എത്രയോ കൊല്ലത്തെ പരിചയമാണ് കേട്ടോ, എത്രയോ കൊല്ലത്തെ പരിചയമാണ്. അത് പറയണോ? അതായത് ഞാനും ജയസൂര്യയും കൂടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയം, ഞാൻ പറഞ്ഞ 1998-99 ആ സമയത്ത് ഞാനും ജയസൂര്യയും മിമിക്രി ചെയ്യും. 2-man ഷോയാണ്. ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനും ജയസൂര്യ മാത്രമുള്ള ഷോയാണ്, വേറെ ആരുമില്ല, വേറെ ബേർഡൻസ് ഒന്നുമില്ല. ഒരു മൈക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി. അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്നിടയിൽ ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിന് ആദ്യം പിരിച്ചത് ഈ മനുഷ്യനാണ്. അത് അവന് നസീർക്കയുടെ ട്രൂപ്പില് ഡിസ്കവറി അല്ലേ, കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന അന്ന് എല്ലാ മിമിക്രി കലാകാരന്മാരും ഈ ട്രൂപ്പിൽ ഒരു അംഗമാവാൻ വേണ്ടി കൊതിച്ചിരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ജയസൂര്യക്ക് നസീർക്ക അതിലൊരു ഇമ്പോർട്ടൻ്റ് ആ ട്രൂപ്പിൽ ഒരു അംഗമാക്കി. അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ആദ്യം പൊളിയുന്നത്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് മുതൽ ഈ പറഞ്ഞ പോലെ മിക്കടെ ഞാൻ വീട്ടിൽ ഞാൻ വന്നിക്ക് ഓർക്കാത്തോണ്ടാണ് ജയസൂര്യയുടെ കൂടെ. അപ്പൊ അന്ന് മുതലുള്ള ഒരു നസീർക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു എത്ര സുഹൃത്തായെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു ധൈര്യമില്ല. കാരണം നമ്മൾ പിന്നെ കൈയെടുക്കരുത്. താങ്ക് യു. എന്തായാലും വന്നതിലും രഘു എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അനശ്വരമാക്കിയത് എന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കത് പറയണം. താങ്ക് യു. പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടുള്ള ചോദ്യമാണ് ഇപ്പോൾ. ടെർബോ ഇറങ്ങുന്നു, അതൊരു പ്രധാനപ്പെട്ട, നിങ്ങളതിനൊരു എതിരാളിയായി കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അല്ല, സീരിയസ്ലി നമ്മൾ പറഞ്ഞ വെച്ചാൽ നമ്മൾ സിനിമ റിലീസ് 24th നേരത്തെ പ്ലാൻ ചെയ്തതാണ്. 24ാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ്. നമ്മൾ അങ്ങനെയാണ് മറ്റ് കമ്മിറ്റ്മെന്റുകളെല്ലാം ചെയ്തതും. ടർബോ 13ാം തീയതി, ജൂൺ 13ാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത്. അപ്പൊ അതിന് 3 ആഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള വിധത്തിലാണ്. അപ്പൊ അവർ 23ാം തീയതിക്ക് തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടമില്ലാതായി പോയി. നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ. വെക്കേഷൻ തീരുന്നു, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെയുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പം അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ട്രെയിലർ കണ്ടില്ലേ ടബോടെ അല്ലേ? എന്നിട്ട് ഈ ചോദ്യം ചോദിക്കണല്ലേ? അല്ല, ശരിക്കും അരുൺ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മള് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ 2 ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു. അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലയാള സിനിമയുടെ ഒരു വസന്തകാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ. എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു 24. അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടർബോ പ്രീപോണ്ട് ചെയ്ത് 23rd വന്നത്. വൈശാഖനല്ലേ, പോസ്റ്റ്പോൺ ചെയ്യാനല്ലേ ചാൻസ് ഉള്ളൂ എന്നതാണ് നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഇത്രയും വലിയൊരു സിനിമ, ഭയങ്കര ഗ്രാൻഡ്യൂറിൽ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് 13 എന്നുള്ള ഒരു 2 ആഴ്ച കൂടെ തള്ളുമായിരിക്കും, പടി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പം പറയുന്നത് 24th എന്ന് പറയുന്നത് നമുക്ക് വെക്കേഷൻ തീരാൻ ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുമായിരുന്നു. കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമാണ്. കാരണം അറിയാലോ, അതും കൂടുതലൊന്നും പറയണ്ട. സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ പീരീഡിലൂടെയാണ് മമ്മൂക്ക എന്ന ആക്ടർ. നമ്മൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളും അദ്ദേഹത്തിനെ വളരെ റെസ്പെക്റ്റോടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്പനി വരുന്നതും മമ്മൂക്ക വരുന്നതും. തീർച്ചയായിട്ടും അങ്ങനൊരു തരത്തിൽ നമ്മൾ ആലോചനയിൽ വെക്കേഷൻ കഴിഞ്ഞ് 3ാം തീയതി മുതൽ സ്കൂൾ തുറക്കുന്നു, 5ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു, മഴ വരാൻ പോകുന്നു. അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ 23rd ടർബോന്ന്, അത് കഴിഞ്ഞ് 24th നമ്മൾ റിലീസ്. അറിയാം, നമ്മൾ അത് വലിയ സ്കെയിലുള്ള സിനിമയാണ്. നമ്മുടെ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കെയിലിങ്ങിലുള്ള ഒരു സിനിമയാണ്. എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ സിനിമ വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും
ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം, അതിനെ കൂടെ വിജയിപ്പിക്കണം.